സംബന്ധിച്ചിടത്തോളം യാതൊരു നേട്ടവുമില്ല. അതുപോലെ തന്നെ പ്രവാസികൾ ക്ഷേമനിധിയിൽ അംഗത്വം ചേർന്ന് അത് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പെൻഷൻ കിട്ടേണ്ട പ്രവാസികൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഈ പ്രവാസികൾക്ക് കിട്ടേണ്ട ആ പെൻഷൻ പോലും നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിന്ന മാതിരി എന്ന് പറയുന്ന പോലെ തന്നെ 2-3 മാസം ഡിലേ ആയിക്കൊണ്ടാണ് ഇന്ന് ആ പെൻഷൻ ഈ സാമ്പത്തികം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പല രീതിയിലേക്ക് വഴിമാറി ചെലവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഗവൺമെന്റ് ഇവിടെ ഭരണത്തിൽ ഒരു ആൾക്കും ഒരു ഗുണമില്ലാത്ത സ്വന്തം പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രം സൗകര്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന ഒരു ബിസിനസ് മാനേജ്മെന്റായി ഇന്നത്തെ ഈ ഒരു കേരള ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കീഴിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളും ആ കൂട്ടത്തിൽ പ്രവാസികളും ഇന്ന് ഏറെ കഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ UDF-ഉം അതുപോലെ തന്നെ UPA ഗവൺമെന്റും ഒക്കെ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് പ്രവാസികൾക്ക് ഏറെ ഗുണങ്ങൾ ചെയ്തിരുന്നു. അന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു മന്ത്രിയും ഒരു വകുപ്പും ഒക്കെ ആയിട്ട് അതിൽ അവരുടെ പ്രവാസികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒരു സംവിധാനം അന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ മാറി വന്ന BJP ഗവൺമെന്റ് ആകട്ടെ അല്ലെങ്കിൽ